ഇവിടെ വായിച്ചു, പെട്ടെന്ന് ബാബേൽ തകർന്നുപോയി. എങ്ങനെയാ തകർന്നത്? സ്തോത്രം. ഇന്ന് രാത്രി പറയുകയാണ്, ദൈവത്തിന് തകർക്കുവാൻ നെബൂഖദ്നേസർ രാജാവിന്റെ സ്തോത്രം മുൻപിൽ തകർച്ചയുടെ ശക്തിയുമായി ദൂതൻ കടന്നു വന്നതുപോലെ നിങ്ങൾ കാണാൻ പോകുക. സ്തോത്രം. ചില തകരുന്ന രാജ്യങ്ങൾ, ചില യുദ്ധങ്ങൾ നിങ്ങൾ കാണാൻ പോകുക. പരിശുദ്ധമവനോട് പറയുന്നു, ഈ ദിവസങ്ങൾക്കകത്ത് ലോകത്തിന്റെ അവസാനത്തിന്റെ ചില അടയാളങ്ങൾ കാണും. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധശ്രുതികൾ നിങ്ങൾ കേൾക്കാൻ പോകുക. ഈ ദിവസങ്ങളിൽ സ്തോത്ര പരിശുദ്ധാത്മാവ് ദൈവജനത്തെ അതിശക്തിയോടുകൂടെ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൈവസഭകളോട് ആലോചന പറയുന്നു. ചില ഭരണമാറ്റങ്ങൾ, ചില ഉന്നത അധികാരങ്ങളിലുള്ള ഭരണങ്ങൾ മാറുന്ന ഒരു വെളിപ്പാട് ഞാൻ കാണുന്നു. ലോകരാജ്യങ്ങൾക്കകത്ത് ഭരണമാറ്റങ്ങൾ സംഭവിക്കും. ചില അധികാരങ്ങളുടെ അവസാനങ്ങൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. മനോഹരമായിരിക്കുന്ന നദികളുള്ള ചില സ്ഥലങ്ങളെല്ലാം ബോംബുകൾ വീഴുന്ന ഒരു വെളിപ്പാട് ഞാൻ കാണുക. മനോഹരമായിരിക്കുന്ന നദികൾ നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവിക ന്യായവിധികൾ പോലെ, ദൈവത്തിൻ്റെതായിരിക്കുന്ന ചില ന്യായവിധികൾ പോലെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വെളിപ്പാടി കാണിക്കുന്നു. ഇന്ന് രാത്രി ദൈവജനം ആത്മാവിൽ ദൂതേറ്റെടുക്കട്ടെ. ഈ ദിവസങ്ങൾ പ്രാർത്ഥനയിൽ വർദ്ധിക്കട്ടെ. യേശുവിന്റെ വരവിന്റെ സമയമെടുത്തു. യേശുവിന്റെ വരവിന്റെ സമയമെടുത്തു. ബാബേലിന്റെ അധികാരങ്ങൾ, ദൈവസഭയ്ക്കെതിരുള്ള വെല്ലുവിളികളെല്ലാം ദൈവം അതിനെ തകർക്കാൻ പോകുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് രാജ്യങ്ങളോടുള്ള പ്രവചനം എന്നോട് സംസാരിക്കുക, വ്യക്തികളോടുള്ള പ്രവചനം എന്നോട് സംസാരിക്കുക. ഈ ദിവസങ്ങളിൽ പെട്ടെന്ന് ചില കാര്യങ്ങൾ സംഭവിക്കും. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? പെട്ടെന്ന് ചില കാര്യങ്ങൾ നിന്റെ കുടുംബത്തിൽ തുടങ്ങും. അത് ദേശങ്ങളിലോട്ട് വ്യാപരിക്കും, അത് രാജ്യങ്ങളിലോട്ട് വ്യാപരിക്കും. പെട്ടെന്ന് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വെളിപ്പാട് കാണുക. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്ന അറിയത്തില്ല. ഒരു പക്ഷി കണക്കെ അതിവേഗത്തിൽ കുതിക്കുന്ന ഈ മിസൈല് പോലെ എന്തോ ഒരു സാധനം ഞാൻ കാണുക. സ്തോത്രം. ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവ് ഞാൻ ഒത്തിരി ഒന്നും വായിച്ച അറിവുകളില്ല. പക്ഷേ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈല് പോലുള്ള എന്തൊക്കെയോ സംഭവങ്ങളെ ദൈവാത്മാവിനെ വെളിപ്പാടി കാണിക്കുക. ദൈവജനം ഉണരട്ടെ. പരിശുദ്ധാത്മാവ് ചില ബാബേൽ രാജ്യങ്ങളെ ദൈവിക ന്യായവിധികളേക്കാൻ പോകുക. അതിനെക്കുറിച്ച് മുറയിടുവീൻ. ആമേൻ, ആമേൻ. മനസ്സിലായവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനെക്കുറിച്ച് മുറയിടുവീൻ. അതിന്റെ വേദനയ്ക്ക് തൈലം കൊണ്ടുവരുവീൻ. പക്ഷേ അതിന് സൗഖ്യം വരും. ഇന്ന് രാത്രി പരിശുദ്ധമ പറയുക, എവിടെയൊക്കെയാണോ നീ മുറിവേറ്റിരിക്കുന്നത്, നീ ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ഗിലെയാദിലെ ദൈവത്തിന്റെ വൈദ്യൻ വന്ന് അതിന് തൈലമിട്ട് സൗഖ്യമാക്കാൻ പോകുക.